എല്ലാവരും നോക്കിക്കേ, ഇതാരാ നമ്മളെ കാണാൻ വരുന്നത്? ആ, മഹാബലി ചക്രവർത്തി. നിങ്ങൾക്കറിയാമോ മഹാബലി ചക്രവർത്തി ആരായിരുന്നുവെന്ന്? മഹാബലി അസുര രാജാവായിരുന്നു. മഹാബലി ചക്രവർത്തി ഭരിച്ചിരുന്ന കാലത്ത് നാടെങ്ങും സന്തോഷത്തിലായിരുന്നു. കള്ളവും ചതിയും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തുല്യരായിരുന്നു. മഹാബലിയുടെ ഭരണം ദേവന്മാർക്ക് പോലും അസൂയ ഉണ്ടാക്കി. മഹാബലി ചക്രവർത്തി ദാനശീലനായിരുന്നു. സ്വർഗലോകം കൂടി തങ്ങൾക്ക് നഷ്ടമാകുമെന്ന് ഭയന്ന് ദേവന്മാരിൽ ദേവനായ മഹാവിഷ്ണു വാമന അവതാരമെടുത്ത് മഹാബലി ചക്രവർത്തിയെ കാണാനെത്തി. തനിക്ക് 3 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ദയാലുവായ മഹാബലി ചക്രവർത്തി അളന്നെടുത്തുകൊള്ളാൻ പറഞ്ഞു. ഉടനെ വാമനൻ ആകാശത്തോളം വളർന്നു. ആകാശവും ഭൂമിയും സ്വന്തമാക്കി. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല എന്ന് അപേക്ഷിച്ച വാമനനോട് തന്റെ ശിരസിൽ അളന്നെടുക്കാൻ ആവശ്യപ്പെട്ടു. മഹാബലിയുടെ ധർമ്മിഷ്ഠതയിൽ സന്തോഷവാനായ വാമനൻ അദ്ദേഹത്തിന്റെ ആഗ്രഹമായ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ കാണുവാനുള്ള അനുവാദം നൽകിയ ശേഷം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അങ്ങനെ നാം എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി നമ്മെ കാണുവാൻ വരുമെന്ന വിശ്വാസത്തോടെ ഓണം ആഘോഷിക്കുന്നു.